എനിക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഭയങ്കര സിവിയറാണ്. ആ ഒരൊറ്റ പ്രോബ്ലം സോൾവ് ചെയ്താൽ എൻ്റെ ലൈഫ് സെറ്റായി എന്ന് വിചാരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എൻ്റെ ഉള്ളിലാണോ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലാണോ എന്ന് ആലോചിക്കുക. അങ്ങനെ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാം. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്താലേ സോൾവ് ആവും. ഇനി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണോ, അതിൻ്റെ മൂല കാരണം ഞാനാണോ അതോ പുറത്ത് ആരെങ്കിലും ആണോ? അപ്പോൾ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷന് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്ട്രെസ്ഫുൾ ആണോ? കാരണം എനിക്കൊന്നും ചെയ്യാനില്ല. ഇതിന് ചെയ്യാണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കാരണത്താൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആവേണ്ട കാര്യമില്ല. നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കുക. നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്നതല്ലെങ്കിൽ അത് വിട്ടേക്കുക. അതാണ് ഇതിൻ്റെ ബേസിക് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. 80% പ്രോബ്ലംസിൻ്റെയും മൂലകാരണം നമ്മൾ ഉള്ളിലായിരിക്കും എന്നുള്ള അവയർനെസ്സും ഉണ്ടാവുക. 80% പ്രോബ്ലംസും നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു ഐഡിയയാണ് ഈ ബുക്കിൻ്റെ പ്രിൻസിപ്പിളായിട്ടുള്ള ഇൻസൈഡ് ഔട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ബുക്കിൽ പരാമർശിച്ച 3 ബേസിക് പ്രിൻസിപ്പിളിൽ ഇൻസൈഡ് ഔട്ടാണ് എന്ന് പറഞ്ഞത്.